ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ കേസിൽ പ്രതി ഉണ്ണികൃഷ്ണനെ പൂന്തറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറായില്ല. മുംബൈയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെ പോലീസ് പിടികൂടിയത്. എന്തെങ്കിലും പറയാനുണ്ടോ? വലിയ ആരോപണങ്ങളാണല്ലോ പറയുന്നത്. സ്ത്രീധനം വാങ്ങി ഗുരുതര ആരോപണങ്ങൾ പറയുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? വലിയ ആരോപണങ്ങൾ ഗോകുൽനാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, പ്രതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീധനം വാങ്ങിയെന്നും സ്ത്രീധനം നൽകാൻ പ്രേരിപ്പിച്ചെന്നും അതുപോലെ ഈ ഭാര്യയെ മകളെ നിരന്തരമായി പരിഹസിച്ചെന്നതും അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന്, ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലായിരിക്കും? തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ മകളുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെ പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മുംബൈയിൽ നിന്നായിരുന്നു ഈ നിർണായക നീക്കമുണ്ടായത്. മുംബൈയിൽ നിന്ന് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ മുംബൈ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കണ്ട് തിരിച്ചറിഞ്ഞ് പൂന്തുറ പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പൂന്തുറ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു അല്പനിമിഷം മുൻപ് പൂന്തുറ സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും അറിയാൻ സാധിക്കുന്നത് ബന്ധുക്കളടക്കമുള്ളവരുടെ നിർണായക മൊഴികളുണ്ട്. ആ മൊഴികൾ പലതും പറയുന്നത് പലപ്പോഴായി വലിയ രീതിയിൽ തന്നെ പീഡനം പെൺകുട്ടിയും മാതാവും നേരിട്ടിരുന്നു എന്നുള്ളതാണ്. ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിനായി ഈ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്ന ഉണ്ണികൃഷ്ണൻ ഗ്രീഷ്മയും അമ്മ സജിതയെയും മാരകമായ വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് 200 പവൻ സ്വർണം തനിക്ക് തികഞ്ഞിട്ടില്ല എന്നുള്ളതും അതേപോലെ തന്നെ സ്ത്രീധനം കുറഞ്ഞുപോയി എന്നുള്ള രീതിയിൽ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ ആ കുടുംബത്തെ നയിച്ചിരുന്നു. അതുമാത്രമല്ല, സ്ത്രീധന പീഡനത്തിനപ്പുറത്തേക്ക് ഐശ്വര്യമില്ലാത്തത് കൊണ്ടാണ് തൻ്റെ ജീവിതം ഇത്തരത്തിലായത് എന്നുള്ള ചില പഴിവാക്കുകൾ ഉണ്ണികൃഷ്ണൻ പലപ്പോഴായി കുടുംബത്തിന് മേൽ വെച്ചിരുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ PhD വിദ്യാർത്ഥിയായിരുന്നു. 6 വർഷമായിട്ടും PhD പൂർത്തീകരിക്കാത്തത് ഈ ഗ്രീഷ്മയുടെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ള തരത്തിലൊക്കെ തന്നെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് അമ്മയും മകളെയും ഈ പ്രതി നിലവിൽ വലിയ മാനസിക സംഘർഷത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതാണ് വലിയ പ്രകോപനമായി മാറുകയും അങ്ങനെയാണ് മരണത്തിലേക്ക് കലാശിക്കുക അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസിൻ്റെയും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിന്മേൽ അതാണ് പറയുന്നത്. എന്തായാലും ബന്ധുക്കളടക്കം ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണന് എതിരെ മൊഴികൾ നൽകിയിരിക്കുകയാണ്. മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. എന്തായാലും പ്രതി നാടുവിടാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അയർലൻഡിലേക്ക് തിരിച്ച് മടങ്ങാനുള്ള ശ്രമമായിരുന്നു. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പോകാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് പൂന്തുറ പോലീസ് നിലവിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതിയെ ഇപ്പോൾ നിലവിൽ പൂന്തുറയിലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകളും തെളിവെടുക്കലിനും ഒക്കെ ശേഷം നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും.